ഈ +2 എക്സാം മാർച്ചിലല്ലേ? ഓൾ ദ ബെസ്റ്റ്. അത് കഴിഞ്ഞാലുടൻ പ്രൊഫഷണൽ കോഴ്സിന് പോകുന്നതാണ് ബുദ്ധി. ഓ, ഡോക്ടറും എഞ്ചിനീയറും അതൊക്കെ പണ്ടല്ലേ. അപ്പൊ ഇന്നോ? ഇന്ന് ലോകം റൺസ് ഓൺ കോമേഴ്സ്. ACCA ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസി. 21 വയസ്സിൽ ലൈഫ് സെറ്റ്. ലേൺ ACCA ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസി കോഴ്സ് only from Indian Institute of Commerce, ലക്ഷ്യ. അപ്പൊ എങ്ങനെയാ? കോഴ്സ് ഇപ്പൊ തുടങ്ങും. +2 കോമേഴ്സ് തന്നെ ആവണമെന്നില്ല, സയൻസുകാർക്കും ചേരാം. ഹായ് ഓൾ, വെൽക്കം ടു ലക്ഷ്യ സ്കൂൾ പ്ലസ്. മൈസെൽഫ് പ്രജിൻ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് ഫോർമേഷൻ ഓഫ് എ കമ്പനി രൂപീകരണം. കമ്പനി രൂപീകരണവുമായി ബന്ധപ്പെട്ട് പ്രധാനമായി 4 സ്റ്റേജസ് ഉണ്ട് എന്നതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് സ്റ്റേജ്? ഒരു കമ്പനി രൂപീകരിക്കുന്നതിന് പ്രധാനമായിട്ടും 4 സ്റ്റേജസ്. ഏതൊക്കെ? ഫസ്റ്റ് വൺ, ക്ലാസ് കാണുന്ന ഒരു ഹായ് അയക്കണേ. ഫസ്റ്റ് വൺ പ്രൊമോഷൻ. സെക്കൻഡ് വൺ ഇൻകോർപ്പറേഷൻ. തേർഡ് റൈസിംഗ് ഓഫ് ക്യാപിറ്റൽ ഫോർ കമൻസ്മെന്റ് ഓഫ് ബിസിനസ്. അപ്പോൾ ഒരു വ്യവസായ സ്ഥാപനമോ കച്ചവട സ്ഥാപനമോ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്പനി രൂപീകരിക്കുന്നു. അപ്പൊ കമ്പനി രൂപീകരണവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട 4 സ്റ്റേജസ് ആണ് പ്രൊമോഷൻ, ഇൻകോർപ്പറേഷൻ, റൈസിംഗ് ഓഫ് ക്യാപിറ്റൽ, കമൻസ്മെന്റ് ഓഫ് ബിസിനസ്. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു എന്താണ് പ്രൊമോഷന്റെ മലയാളം പ്രാരംഭ പ്രവർത്തനം എന്നാണ് അർത്ഥം. എന്താ പ്രൊമോഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മക്കളെ? എന്താ പ്രൊമോഷൻ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലേ, ഒന്ന് കമന്റ് ചെയ്തേ. ഒരു സ്ഥാപനം ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളെയും വിളിക്കുന്ന പേരാണ് പ്രൊമോഷൻ. ആ സ്ഥാപനം ആരംഭിക്കാൻ വേണ്ടി മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയെ വിളിക്കുന്ന പേരാണ് പ്രൊമോട്ടേഴ്സ്. ഓക്കെ ആണോ? ഒരു കമ്പനി ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളെയും വിളിക്കുന്ന പേരാണ് പ്രൊമോഷൻ. എന്നാൽ പഠിച്ചു മറന്ന നോക്കൂ, പ്രൊമോഷൻ ഈസ് ദി ഫസ്റ്റ് സ്റ്റേജസ് ഇൻ ദി ഫോർമേഷൻ ഓഫ് എ കമ്പനി. ഒരു കമ്പനി രൂപീകരണത്തിലെ ആദ്യ പടിയാണ് പ്രൊമോഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ ആണോ മക്കളെ? നോക്കൂ, പ്രൊമോഷൻ ഈസ് ദി ഫസ്റ്റ് സ്റ്റേജസ് ഇൻ ദി ഫോർമേഷൻ ഓഫ് എ കമ്പനി. ഒരു കമ്പനി രൂപീകരിക്കുന്നതിൽ ആദ്യത്തെ പടിയാണ്, ആദ്യത്തെ സ്റ്റേജ് ആണ് പ്രൊമോഷൻ. ഓക്കെ ആണോ? ഇനി ദ മീനിങ് എന്താ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ? പ്രൊമോഷൻ സിംപ്ലി മീൻസ് ടോട്ടൽ ഓഫ് ഓൾ ആക്ടിവിറ്റീസ് which are necessary for bringing the company into existence. ഒരു കമ്പനി നിലവിൽ കൊണ്ടുവരുന്നതിന് ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളെയും വിളിക്കുന്ന പേരാണ് പ്രൊമോഷൻ. ഓക്കെ ആണോ? ഇനി പ്രൊമോട്ടർ ആരാ? പ്രൊമോട്ടർ പരീക്ഷയ്ക്ക് ചോദിക്കില്ല, ഒരു സംഭവം എടുത്ത് തരും, എന്നിട്ട് പ്രൊമോട്ടർ ആരാന്ന് ചോദിക്കും. പ്രൊമോട്ടർ ആരാ? ഒരു കമ്പനി ആരംഭിക്കാൻ വേണ്ടി മുൻകൈ എടുത്ത് പ്രവർത്തിക്കുക, ഇനീഷ്യേറ്റീവ് എടുക്കുക, മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയെ വിളിക്കുന്ന പേരാണ് പ്രൊമോട്ടേഴ്സ്. ഓക്കെ ആണോ? ഒരു കമ്പനി ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയെ വിളിക്കുന്ന പേരാണ് പ്രൊമോട്ടേഴ്സ്. നോക്കൂ, person who take initiative to form a company is called promoters അല്ലെ? ബിസിനസ് സ്ഥാപനവുമായി ബന്ധപ്പെട്ട് രജിസ്ട്രാർ അല്ലെ, കമ്പനി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ രജിസ്ട്രാർ സൈൻ ചെയ്തിട്ട് പേപ്പർ എടുക്കണം അല്ലെ. അപ്പൊ നിയമപരമായ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് നമ്മുടെ പ്രൊമോട്ടറാണ്. പ്രിലിമിനറി എക്സ്പെൻസ്, ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് പ്രാരംഭ ചെലവുകൾ വഹിക്കുന്നത് പ്രൊമോട്ടറാണ്. ഓക്കെ ആണോ? നല്ല പറഞ്ഞതല്ലേ? ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ടൈപ്സ് ഓഫ് പ്രൊമോട്ടേഴ്സിനെ പ്രധാനമായും 3ആയി തരംതിരിക്കുന്നു. അപ്പൊ ടീച്ചർ ചോദിക്കുകയാണ് എന്താണ് പ്രൊമോഷൻ എന്ന് ചോദിച്ചാൽ ടീച്ചറോട് പറയേണ്ടത് ഒരു കമ്പനി ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും വിളിക്കുന്ന പേരാണ് പ്രൊമോഷൻ. പ്രൊമോട്ടർ ആരാന്ന് ചോദിച്ചാൽ ഒരു കമ്പനി ആരംഭിക്കുന്നതിന് വേണ്ടി മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയെ വിളിക്കുന്ന പേരാണ് പ്രൊമോട്ടർ അല്ലെ. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു ടൈപ്സ് ഓഫ് പ്രൊമോട്ടേഴ്സിനെ 3ആയി തരംതിരിക്കുന്നു. പ്രൊഫഷണൽ പ്രൊമോട്ടേഴ്സ്, ഒക്കേഷണൽ പ്രൊമോട്ടേഴ്സ്, പെർട്ടിക്കുലർ പ്രൊമോട്ടേഴ്സ്. ഓർമ്മയുണ്ടോ എന്താ പ്രൊഫഷണൽ പ്രൊമോട്ടേഴ്സ് തന്നെ? ഇവര് ഒരു കമ്പനി പ്രൊമോട്ട് ചെയ്ത് ഷെയർ ഹോൾഡേഴ്സിനാണ് നൽകും അല്ലെ. ഇത് ഇന്ത്യയിൽ ഇങ്ങനത്തെ പ്രൊഫഷണൽ പ്രൊമോട്ടേഴ്സ് ഇല്ല, വെസ്റ്റേൺ കൺട്രിയിൽ ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഓർമ്മയുണ്ടോ? ഒക്കേഷണൽ പ്രൊമോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒക്കേഷണൽ പ്രൊമോട്ടേഴ്സ് പ്രൊമോഷണൽ വർക്ക് ഒക്കേഷണലി അല്ലെ, എപ്പോൾ സാന്ദർഭികമായിട്ട് യാദൃശികമായിട്ട് പ്രൊമോഷൻ വർക്ക് ചെയ്യുന്നവരാണ് ഒക്കേഷണൽ പ്രൊമോട്ടേഴ്സ്. പെർട്ടിക്കുലർ പ്രൊമോട്ടേഴ്സ് ഒരു പ്രത്യേക ജോലിയുമായി ബന്ധപ്പെട്ട് പ്രൊമോഷണൽ വർക്ക് ചെയ്യുന്നവരാണ് പർട്ടിക്കുലർ പ്രൊമോട്ടേഴ്സ്. ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, വൈഡ് ആയിട്ട് പാർട്ട് 1 ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ക്ലാസ് കാണാം. ഓക്കെ, നെക്സ്റ്റ്
പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഫങ്ഷൻസ് ഓഫ് പ്രൊമോട്ടേഴ്സ് അല്ലെങ്കിൽ സ്റ്റേജസ് ഇൻ പ്രൊമോഷൻ. പഠിച്ചോണ്ടു, നിർബന്ധമായിട്ട് പഠിച്ചോണ്ടു. പബ്ലിക് പരീക്ഷയ്ക്ക് 6 മാർക്കിന് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് പ്രൊമോട്ടേഴ്സ്. പ്രൊമോട്ടർമാർ ചെയ്യുന്ന ജോലികൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ പ്രൊമോഷന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴും കാണാറുള്ള ടോപ്പിക്കാണ് പ്രൊമോഷന്റെ സ്റ്റെപ്സ് എന്ന് ചോദിച്ചാലും മാറിപ്പോവരുത്. 2 ക്വസ്റ്റ്യന്റെ ആൻസർ ഒന്നാണ്. പ്രൊമോഷന്റെ സ്റ്റെപ്സ് എന്ന് ചോദിച്ചാലും പ്രൊമോട്ടർ ചെയ്യേണ്ട ജോലികൾ എന്താണെന്ന് ചോദിച്ചാലും എഴുതി കൊടുക്കേണ്ട ടോപ്പിക്കാണ് ഇവ. ഫസ്റ്റ് വൺ, ഡിസ്കവറി ഓഫ് ബിസിനസ് ഐഡിയാസ്. നെക്സ്റ്റ്, ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ, അസംബ്ലിംഗ്. നെക്സ്റ്റ്, ഫിനാൻസിങ്, നെയിം അപ്രൂവൽ, ഇൻകോർപ്പറേഷൻ. പറഞ്ഞില്ലേ, ഡിസ്കവറി ഓഫ് ബിസിനസ് ഐഡിയാസ്, ബിസിനസ് ആശയം കണ്ടെത്തുക. ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ, വിശദമായ അന്വേഷണം. അസംബ്ലിംഗ്, ശേഖരിക്കുക. ഫിനാൻസിങ്, പണം കണ്ടെത്തുക. നെയിം അപ്രൂവൽ, അല്ലെ, സ്ഥാപനത്തിന്റെ പേരിന് അംഗീകാരം നൽകുക. ഇൻകോർപ്പറേഷൻ അഥവാ ഏകോപനം അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുക. നമ്മൾ പറഞ്ഞു എന്താ ഡിസ്കവറി ഓഫ് ബിസിനസ് ഐഡിയാസ് എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ഡെവലപ്മെന്റോ അല്ലെങ്കിൽ പുതിയ ഒരു ബിസിനസ് സ്ഥാപനം ആരംഭിക്കുകയോ തുടങ്ങിയ ജോലിയാണ് പ്രൊമോട്ടർ ചെയ്യേണ്ട ഫസ്റ്റ് വർക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് അയാൾ ചെയ്യേണ്ട ജോലി. നോക്കൂ, ദി പ്രൊമോഷൻ സ്റ്റേജ് ബിഗിൻസ് വിത്ത് ഡിസ്കവറി ഓഫ് ആൻ ഐഡിയ, സെറ്റപ്പ് അപ്പ് എ ബിസിനസ്. ഒരു ബിസിനസ് സ്ഥാപനം രൂപീകരിക്കുക, അല്ലെ, ആ ആശയം വരുന്നത് ആരുടെ നിന്നാണ്? പ്രൊമോട്ടറുടെ കയ്യിൽ നിന്നാണെന്നാണ് ബുക്കിൽ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ. എന്താ ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ? വിശദമായ അന്വേഷണം. എന്താ വിശദമായ അന്വേഷണത്തിൽ പറയുന്നത്? പ്രൊഡക്റ്റ് എത്രത്തോളം വിറ്റഴിയും, ഉൽപാദന ചെലവ് എന്തായിരിക്കും, മാർക്കറ്റിലെ കോമ്പറ്റീഷൻ എന്തായിരിക്കും, പ്രതീക്ഷിക്കുന്ന ലാഭം എന്തായിരിക്കും തുടങ്ങിയവയെ സംബന്ധിച്ച് പ്രൊമോട്ടർ വിശദമായ അന്വേഷണം നടത്തിയിരിക്കണം. സിമ്പിൾ വരിയല്ലേ? ഹി മേക്ക് ആൻ എസ്റ്റിമേഷൻ ഓഫ് ക്വാളിറ്റി ഓഫ് പ്രൊഡക്ട്സ് ടു ബി സോൾഡ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് കോമ്പറ്റീഷൻ. മാർക്കറ്റിലെ കോമ്പറ്റീഷൻ എന്തായിരിക്കും, പ്രതീക്ഷിക്കുന്ന ലാഭം എന്താണ്, അല്ലെ, മാർക്കറ്റിൽ പ്രൊഡക്റ്റ് വിറ്റ് കഴിഞ്ഞാൽ എത്രത്തോളം കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കും തുടങ്ങിയ സംബന്ധിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അന്വേഷണം പ്രൊമോട്ടർ നടത്തിയിരിക്കണം. പോയിന്റ് പഠിച്ചല്ലോ. ഫസ്റ്റ് ഡിസ്കവറി ഓഫ് ബിസിനസ് ഐഡിയ, ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ. നെക്സ്റ്റ്, അസംബ്ലിംഗ്. അസംബ്ലി എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനം തുടങ്ങണമെങ്കിൽ ലാൻഡ് വേണം, അതുപോലെ മെഷീനറി വേണം, റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കൾ വേണം, പവർ കളക്ഷൻ വേണം. ഇതൊക്കെ എവിടെ നിന്ന് സംഘടിപ്പിക്കാം എന്ന് ആര് കണ്ടെത്തണം? നമ്മുടെ പ്രൊമോട്ടർ ചെയ്യണം. അപ്പൊ എന്താ പ്രൊമോട്ടർ? ആരാ പ്രൊമോട്ടർ? ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് വേണ്ടി മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്ന ആളാണ് പ്രൊമോട്ടർ. അപ്പൊ പ്രൊമോട്ടറുമായി അസംബ്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്? ഒരു ബിസിനസ് സ്ഥാപനം ആരംഭിക്കണമെങ്കിൽ ലാൻഡ് വേണം, അല്ലെ, മിഷനറി വേണം, റോ മെറ്റീരിയൽസ് വേണം, കറണ്ട് വേണം, അല്ലെ, ഇലക്ട്രിസിറ്റി വേണ്ടേ, ഇതൊക്കെ എങ്ങനെ സംഘടിപ്പിക്കാം, എവിടെ നിന്ന് കിട്ടും തുടങ്ങിയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അന്വേഷണം നടത്തുക. അസംബ്ലിംഗ്. നെക്സ്റ്റ് പോയിന്റ്, ഫിനാൻസിങ്. അല്ലെ, ഒരു ബിസിനസ് സ്ഥാപനം ആരംഭിക്കുമ്പോൾ പ്രധാനമായി വേണ്ടത് ഫണ്ടാണ്. ആ ഫണ്ട് ഇല്ലാതെ സ്ഥാപനത്തിന് ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അപ്പൊ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടോ ഷെയർ ഇഷ്യൂ ചെയ്തിട്ടോ ഫണ്ട് കണ്ടെത്തണം. എന്താ ഡിബഞ്ചർ? കടബാധ്യത അംഗീകരിച്ചുകൊണ്ട് നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് ഡിബഞ്ചർ. എനിക്ക് ബിസിനസ് സ്ഥാപനം തുടങ്ങണം, എനിക്ക് ഒരാൾ 10 ലക്ഷം ഞാൻ ഒരാളിൽ നിന്ന് കളക്ട് ചെയ്തു, അയാൾക്ക് ഞാനൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു, ഇന്ന ആള് 10 ലക്ഷം വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ കടബാധ്യത അംഗീകരിച്ചുകൊണ്ട് നൽകുന്ന സർട്ടിഫിക്കറ്റിനെ വിളിക്കുന്ന പേരാണ് ഡിബഞ്ചർ. നെക്സ്റ്റ്, ഷെയറോ, ടോട്ടൽ ക്യാപിറ്റലിനെ ചെറിയ ചെറിയ യൂണിറ്റുകളായി മാറ്റുന്നതിന് വിളിക്കുന്ന പേരാണ് ഷെയർ. അപ്പൊ ഷെയർ വഴിയോ ഡിബഞ്ചർ വഴിയോ ഫണ്ട് കണ്ടെത്തണം. അല്ലെങ്കിൽ ലോങ് ടേമിൽ അല്ലെങ്കിൽ ഷോർട്ട് ടേമിൽ വല്ല ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ലോൺ കിട്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും ആരന്വേഷിക്കണം? നമ്മുടെ പ്രൊമോട്ടർ. നോക്കൂ, ചെറിയ വരിയല്ലേ? ദി പ്ലാൻ ഷുഡ് ഹാവ് ആൻ എസ്റ്റിമേഷൻ ഓഫ് അവൈലബിൾ ഷോർട്ട് ടേം ലോൺസ് ഫ്രം ബാങ്ക്സ്, ലോങ് ടേം ഫിനാൻസ് ഫ്രം അതർ ഏജൻസീസ്. ഫണ്ട് കണ്ടെത്തുക. സ്ഥാപനം പ്രവർത്തിക്കാൻ ആവശ്യമായ ഫണ്ട് ഏതെല്ലാം മാർഗങ്ങളിലൂടെ കണ്ടെത്താൻ സാധിക്കും, അതാണ് ഫിനാൻസിംഗിൽ ഉൾപ്പെടുന്നത്. നെക്സ്റ്റ്, നെയിം അപ്രൂവൽ. അല്ലെ, കേന്ദ്ര ഗവൺമെന്റിന് അനഭിലഷണീയമായ ഒരു പേരും കമ്പനിക്കിടാൻ പാടില്ല.
അല്ലെ? സമാനമായ പേര്, എൻ്റെ കമ്പനിയുടെ പേര് ഇപ്പൊ റിലയൻസ് അംബാനി അല്ലെ, അംബാനി ഇനി മറ്റൊരു കമ്പനിക്ക് ഇടാൻ പറ്റുമോ? ടാറ്റ എന്ന് മറ്റൊരു കമ്പനിക്ക് ഇടാൻ പറ്റുമോ? ഇല്ല. അപ്പൊ കേന്ദ്ര ഗവൺമെന്റിന് അനഭിലഷണീയമായ പേര് ഒരിക്കലും കമ്പനിക്ക് ഇടാൻ പാടില്ല. സമാനമായ പേരിടാൻ പാടില്ല. ദേശീയ നേതാക്കളുടെ പേരിടാൻ പാടില്ല. ഓക്കെ, അപ്പൊ കമ്പനിയുടെ നെയിം അപ്രൂവൽ. നെക്സ്റ്റ്, ഇൻകോർപ്പറേഷൻ. ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നിർബന്ധമായും ചില ഡോക്യുമെന്റ്സുകൾ, ചില രേഖകൾ സബ്മിറ്റ് ചെയ്യണം. ആർക്ക് മുമ്പാകെ? കമ്പനി രജിസ്ട്രാർക്ക് മുമ്പാകെ. ഉദാഹരണമായിട്ട് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ തുടങ്ങിയ പ്രധാനപ്പെട്ട രേഖകളുണ്ട്. ഈ രേഖകൾ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് കമ്പനി തുടങ്ങാൻ സാധിക്കൂ. അപ്പൊ ഈ നിയമപരമായ ഈ രേഖകളൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ട ഡ്യൂട്ടി ആർക്കാണ്? പ്രൊമോട്ടർക്കാണ്. പരീക്ഷയ്ക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം. വാട്ട് ആർ ദി ഫങ്ഷൻസ് പെർഫോംഡ് ബൈ പ്രൊമോട്ടർ? ഷുവർ ക്വസ്റ്റ്യൻ ആട്ടോ. വാട്ട് ആർ ദി ഫങ്ഷൻസ് പെർഫോംഡ് ബൈ പ്രൊമോട്ടർ? അല്ലെങ്കിൽ വാട്ട് ആർ ദി സ്റ്റെപ്സ് ഇൻ പ്രൊമോഷൻ? പഠിച്ചല്ലോ. ഡിസ്കവറി ഓഫ് ബിസിനസ് ഐഡിയ, ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ, അസംബ്ലിംഗ്, ഫിനാൻസിങ്, ഇൻകോർപ്പറേഷൻ, നെയിം അപ്രൂവൽ. ഷോർട്ട് എക്സ്പ്ലനേഷൻ ആണ്. എക്സ്പ്ലനേഷൻ അടക്കം പഠിച്ചു പോകണം, അല്ലെങ്കിൽ നിങ്ങളുടേതായ ലാംഗ്വേജിൽ എക്സ്പ്ലനേഷൻ ചെയ്തിട്ട് എഴുതാം. ഇനി നമ്മൾ ഫസ്റ്റ് പോയിന്റ് ഇപ്പൊ കഴിഞ്ഞു. ഏതാ ഫസ്റ്റ് പോയിന്റ് ഇപ്പൊ കഴിഞ്ഞത്? പ്രൊമോഷൻ കഴിഞ്ഞു. പ്രൊമോഷൻ എന്ന് പറഞ്ഞ ഫസ്റ്റ് പോയിന്റ് കഴിഞ്ഞു. ഇതാ സ്റ്റേജസിലെ ഫസ്റ്റ് പോയിന്റ് കഴിഞ്ഞു. ഫസ്റ്റ് കഴിഞ്ഞു. ഇനി രണ്ടാമത്തേതാണ് ഇൻകോർപ്പറേഷൻ. എന്താ ഇൻകോർപ്പറേഷൻ എന്ന് പറഞ്ഞ? ഏകോപനം. കമ്പനി രജിസ്റ്റർ ചെയ്യുക എന്നതാണ് ഇൻകോർപ്പറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് വന്നു, പോയിന്റിലേക്ക് വന്നു. ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് ചില നടപടികളുണ്ട്. അതുകൂടാതെ കമ്പനി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയുള്ള ചില നടപടികളുണ്ട്. പഠിച്ചല്ലോ. ഇന്നലെ നമ്മൾ പഠിച്ചത് കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പുള്ള നടപടികളാണ് പഠിച്ചത്. പ്രധാനപ്പെട്ട 4 പോയിന്റ് ആണ് പഠിച്ചത്. നോക്കൂ, ഇൻകോർപ്പറേഷൻ, ഏകോപനം എന്നാണ് മലയാളം. നോക്കൂ, ഇറ്റ് ഈസ് ദി സെക്കൻഡ് സ്റ്റേജസ് ഓഫ് പ്രൊമോഷൻ ഓഫ് എ കമ്പനി. സെക്കൻഡ് സ്റ്റേജ് അല്ലേ? ഫസ്റ്റ് പ്രൊമോഷൻ, ഇൻകോർപ്പറേഷൻ, റൈസിംഗ് ഓഫ് ക്യാപിറ്റൽ, കമൻസ്മെന്റ് ഓഫ് ബിസിനസ്. അപ്പൊ സെക്കൻഡ് അല്ലേ? അപ്പൊ ഇറ്റ് ഈസ് ദി സെക്കൻഡ് സ്റ്റേജ് ഓഫ് ദി പ്രൊമോഷൻ ഓഫ് എ കമ്പനി, സോറി, ഫോർമേഷൻ ഓഫ് എ കമ്പനി. നോക്കൂ, ഇൻകോർപ്പറേഷൻ ഈസ് എ ലീഗൽ പ്രോസസ് കൺസിസ്റ്റിംഗ് ഓഫ് ദി ഫോളോയിങ് സ്റ്റെപ്സ്. അപ്പൊ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് ഉള്ള ചില നടപടികൾ. എത്രയൊക്കെ പോയിന്റ് നമ്മൾ പഠിച്ചത്? ഫസ്റ്റ്, ഫോം ഓഫ് എ കമ്പനി, name of the company, SEBI's approval of draft prospectus, industrial license. നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഫോം ഓഫ് എ കമ്പനി അല്ലെ? പ്രൊമോട്ടർ ആദ്യം മനസ്സിലാക്കണം, കമ്പനി ആരംഭിക്കുന്നത് പ്രൈവറ്റ് കമ്പനിയാണോ പബ്ലിക് കമ്പനിയാണോ അല്ലെ? പ്രൈവറ്റ് കമ്പനിക്കും പബ്ലിക് കമ്പനിക്കും നിയമപരമായ നിയന്ത്രണങ്ങൾ വ്യത്യസ്തമാണ്. അപ്പോൾ പ്രൈവറ്റ് കമ്പനിയാണോ പബ്ലിക് കമ്പനിയാണോ ആരംഭിക്കുന്നത് എന്ന് ആര് മനസ്സിലാക്കണം? നമ്മുടെ പ്രൊമോട്ടർ മനസ്സിലാക്കിയിരിക്കണം. നെക്സ്റ്റ്, നെയിം ഓഫ് ദി കമ്പനി. കമ്പനിയുടെ പേര് നമ്മൾ പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റിന് അനഭിലഷണീയമായ ഒരു പേരും കമ്പനിക്ക് ഇടാൻ പാടില്ല. ദേശീയ നേതാക്കളുടെ പേര് ഉപയോഗിക്കാൻ പാടില്ല. കമ്പനിക്ക് സമാനമായ അല്ലെ, നമ്മുടെ കമ്പനി ആരംഭിക്കുന്ന മറ്റു കമ്പനിക്ക് സമാനമായ പേരിടാൻ പാടില്ല. ഇതൊക്കെ ശ്രദ്ധിക്കണം. ആസ് പെർ ദി കമ്പനീസ് ആക്ട്, എ കമ്പനി cannot be registered by a name which is undesirable of central government. Okay, next is SEBI's approval of draft prospectus. The SEBI's approval of draft prospectus തന്നെ ഈ നിക്ഷേപകരുടെ നിന്ന് അല്ലെ ഷെയറും ഡിബഞ്ചറൊക്കെ കളക്ട് ചെയ്യുമ്പോൾ പ്രസിദ്ധീകരിക്കുന്ന ഒരു രേഖയാണ് ശരിക്ക് എന്ത്? പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, നിക്ഷേപകരുടെ താല്പര്യം സംരക്ഷിക്കുന്ന രൂപത്തിലായിരിക്കണം. സെബി, എന്താ സെബി എന്ന് പറഞ്ഞാൽ? സെൻട്രൽ ഗവൺമെന്റ് ഏജൻസിയാണ് സെബി, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അപ്പൊ സെബിയുടെ നിയന്ത്രണത്തിലായിരിക്കണം ഫണ്ട് ഒക്കെ കളക്ട് ചെയ്യേണ്ടത്. നിക്ഷേപകരുടെ ഫണ്ട് ഒരിക്കലും നഷ്ടപ്പെടാൻ പാടുള്ളതല്ല. നോക്കൂ, എ ഡ്രാഫ്റ്റ് പ്രോസ്പെക്ടസ് ഹാസ് ടു ബി സബ്മിറ്റഡ് ടു സെബി. സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയിൽ പ്രോസ്പെക്ടസിന്റെ കോപ്പി എന്ത് ചെയ്യണം? സബ്മിറ്റ് ചെയ്യണം. എൻഷുർ ദാറ്റ് ഡിസ്ക്ലോസ് മെയ്ഡ് therein are adequate to protect investors. അല്ലെ? നിക്ഷേപകരുടെ താല്പര്യം നിർബന്ധമായും സംരക്ഷിച്ചിരിക്കണം. നെക്സ്റ്റ്, ഇൻഡസ്ട്രിയൽ ലൈസൻസ്. എന്താ ഇൻഡസ്ട്രിയൽ ലൈസൻസ് എന്ന് പറഞ്ഞാൽ? ചില സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിന്
കേന്ദ്ര ഗവൺമെന്റിന്റെ ലൈസൻസ് ലഭിച്ചിരിക്കണം എന്നാണ്. നോക്കൂ, ലൈസൻസ് ഫ്രം സെൻട്രൽ ഗവൺമെന്റ് ഈസ് നെസസറി ടു സ്റ്റാർട്ട് എ സെർട്ടൈൻ ഇൻഡസ്ട്രി. അല്ലെ, ചില വ്യവസായ സ്ഥാപനങ്ങൾ ആരംഭിക്കണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റ് നിർബന്ധമായും ലഭിച്ചിരിക്കണം. അപ്പൊ നമ്മളിപ്പോ എന്താ പഠിച്ചത്? പ്രൊസീഡിംഗ് പ്രിയർ ടു ഇൻകോർപ്പറേഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് ഡിസ്കസ് ചെയ്താണ്. ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞു പോയെന്നുള്ളൂ. ഒരു കമ്പനി ആരംഭിക്കുന്നതിന് മുമ്പുള്ള നടപടികൾ ഏതൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞത്? നെയിം ഓഫ് ദി കമ്പനി, ഫസ്റ്റ് പോയിന്റ്, ഫോം ഓഫ് ദി കമ്പനി, നെയിം ഓഫ് ദി കമ്പനി, സെബീസ് അപ്രൂവൽ ഓഫ് ഡ്രാഫ്റ്റ് പ്രോസ്പെക്ടസ്, ഇൻഡസ്ട്രിയൽ ലൈസൻസ്. ഇനി അടുത്ത ടോപ്പിക്. ക്ലാസ് കാണുന്ന ഒരു മക്കളെ ഒരു ഹായ് അയക്കണേ. പ്രൊസീജിയർ ഫോർ ഇൻകോർപ്പറേഷൻ. ഇൻകോർപ്പറേഷനുള്ള നടപടികൾ. പ്രൊസീജിയർ ഫോർ ഇൻകോർപ്പറേഷൻ. ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള നടപടികളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോണത്. എത്ര പോയിന്റ് ഉണ്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. സെക്കൻഡ് പോയിന്റ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ഫസ്റ്റ് പോയിന്റ് ഏതാ പറഞ്ഞത്? മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. നെക്സ്റ്റ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. നെക്സ്റ്റ് ലിസ്റ്റ് ഓഫ് ഡയറക്ടേഴ്സ്. ലിസ്റ്റ് ഓഫ് ഡയറക്ടേഴ്സ്. നെക്സ്റ്റ് പോയിന്റ് റിട്ടൺ കൺസെന്റ് ഓഫ് ഡയറക്ടേഴ്സ്. നെക്സ്റ്റ് പോയിന്റ് നോട്ടീസ് ഓഫ് രജിസ്ട്രേഡ് ഓഫീസ്. ലാസ്റ്റ് പോയിന്റ് സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ. വാട്ട് ആർ ദി പ്രൊസീജിയർ ഫോർ ഇൻകോർപ്പറേഷൻ? ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള നടപടികൾ ഏതൊക്കെയാണെന്ന്. ഏതൊക്കെ? ഫസ്റ്റ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, ലിസ്റ്റ് ഓഫ് ഡയറക്ടേഴ്സ്, റിട്ടൺ കൺസെന്റ് ഓഫ് ഡയറക്ടേഴ്സ്, നോട്ടീസ് ഓഫ് രജിസ്ട്രേഡ് ഓഫീസ്, സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ. ഇത്രയാണ് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള നടപടികൾ. ഇനി നമുക്ക് നോക്കാം എന്താണ് ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. കമ്പനി രജിസ്ട്രാർക്ക് മുമ്പാകെ സമർപ്പിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെന്റ് ആണ് ദി മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്പനി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ കമ്പനി രജിസ്ട്രാർക്ക് മുമ്പാകെ സമർപ്പിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെന്റ്സ്, പ്രധാനപ്പെട്ട ഒരു പ്രമാണമാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കമ്പനിയുടെ അധികാരങ്ങൾ, കമ്പനിയുടെ ഉത്തരവാദിത്തങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യം നമുക്ക് വിശദമായിട്ട് പഠിക്കാണ്ട്. നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് വിശദമായി പഠിക്കാണ്ട്. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്താന്നൊക്കെ നമുക്ക് വിശദമായി പഠിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഒന്നും കൂടി വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം കേട്ടോ. നോക്കാം. അപ്പൊ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു രേഖ കമ്പനി രജിസ്ട്രാർക്ക് മുമ്പാകെ സമർപ്പിക്കണം. ഒരു പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ കുറഞ്ഞത് 2 പേരും, ഒരു പബ്ലിക് കമ്പനി ആണെങ്കിൽ കുറഞ്ഞത് 7 പേരും സൈൻ ചെയ്തിട്ട് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ സമർപ്പിക്കണം. നോക്കൂ, സൈൻഡ് ബൈ അറ്റ്ലീസ്റ്റ് 7 പേഴ്സൺ ഇൻ പബ്ലിക് കമ്പനി. അല്ലെ, അപ്പൊ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ ആര്? ഒരു പബ്ലിക് കമ്പനി ആണെങ്കിൽ എത്ര പേര് സൈൻ ചെയ്യണം? 7 പേര് സൈൻ ചെയ്യണം. ഒരു പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ കുറഞ്ഞത് 2 പേര് സൈൻ ചെയ്തിട്ട് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ സൈൻ ചെയ്യണം എന്നർത്ഥം. നോക്കൂ, അതാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഷോർട്ടായിട്ട് സാർ എഴുതിയിട്ടുള്ള സൈൻഡ് ബൈ ദി അറ്റ്ലീസ്റ്റ് 7 പേഴ്സൺ ഇൻ എ പബ്ലിക് കമ്പനി. ഒരു പബ്ലിക് കമ്പനി ആണെങ്കിൽ കുറഞ്ഞത് 7 പേരും, ഒരു പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ കുറഞ്ഞത് 2 പേരും സൈൻ ചെയ്ത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ സമർപ്പിക്കും. നെക്സ്റ്റ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ സൈൻ ചെയ്തവർ തന്നെയാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞ മറ്റൊരു പ്രമാണത്തിൽ, ഡോക്യുമെന്റ്സിൽ സൈൻ ചെയ്യേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കമ്പനിയും കമ്പനിക്കുള്ളിലുള്ള അംഗങ്ങളും തമ്മിലുള്ള ബന്ധം നിശ്ചയിക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ഇന്റേണൽ ആണ്. കമ്പനിയും കമ്പനിക്കുള്ളിലുള്ളവരും തമ്മിലുള്ള ബന്ധം നിശ്ചയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രേഖയാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. അപ്പോൾ ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ സൈൻ ചെയ്തവരെന്നെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലും സൈൻ ചെയ്യാൻ. നോക്കൂ, ഡ്യൂലി സൈൻഡ് ബൈ ദി സിഗ്നേച്ചറി ടു ദി മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. അല്ലെ, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ സൈൻ ചെയ്തവരെന്നെയാണ് എവിടെ സൈൻ ചെയ്യേണ്ടത്? ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ സൈൻ ചെയ്ത. ഫസ്റ്റ് പോയിന്റ് പഠിച്ച മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ആവശ്യമാണ്. രണ്ടാമത്തെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. എന്താ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ? വൈഡ് ആയിട്ട് നമ്മൾ പഠിക്കും. ഇപ്പൊ അങ്ങനെ പഠിക്കുക. കമ്പനിയുടെ പ്രധാനപ്പെട്ട ഒരു രേഖയാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. കമ്പനിയും കമ്പനിക്കുള്ളിലുള്ളവരും തമ്മിലുള്ള ബന്ധം വിശദീകരിക്കുന്ന രേഖ എന്നൊക്കെ പഠിച്ചാൽ മതി. ബാക്കി വിശദമായി പഠിക്കാണ്ടിട്ടതും കേട്ടോ. നെക്സ്റ്റ് ലിസ്റ്റ് ഓഫ് ഡയറക്ടേഴ്സ്.
ഡയറക്ടർമാരുടെ ലിസ്റ്റ്. എന്താണ് ഈ ഡയറക്ടർമാരുടെ ലിസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നു വെച്ചാൽ, കമ്പനിയുടെ ഡയറക്ടറുടെ പേര് വേണം ഈ എവിടെ നമ്മുടെ രജിസ്ട്രാർക്ക് മുമ്പാകെ സമർപ്പിക്കുന്നതിൽ കമ്പനി ഡയറക്ടർമാരുടെ പേര് വേണം, അഡ്രസ്സ് വേണം, അവർക്ക് എന്തെങ്കിലും മറ്റു ജോലികൾ ഉണ്ടെങ്കിൽ അതും വ്യക്തമാക്കണം എന്നർത്ഥം. അതാണ് ലിസ്റ്റ് ഓഫ് ഡയറക്ടേഴ്സ്. ഏതാ പോയിന്റ്? ലിസ്റ്റ് ഓഫ് ഡയറക്ടേഴ്സ്. അപ്പൊ എന്താ ലിസ്റ്റ് ഓഫ് ഡയറക്ടർ? ഏറ്റവും ഷോർട്ടായിട്ടാണ് സാർ ഇതിന്റെ എക്സ്പ്ലനേഷൻ തന്നെ കേട്ടോ. കണ്ടെയ്നിങ് നെയിം, അഡ്രസ് ആൻഡ് ഒക്യുപ്പേഷൻ. അല്ലെ, ഈ ഡയറക്ടർമാരുടെ പേര് വേണം, ഡയറക്ടർമാരുടെ അഡ്രസ്സ് വേണം, ഡയറക്ടർമാരുടെ തൊഴിൽ വേണം. എവിടെ? ലിസ്റ്റ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന പോയിന്റിൽ വ്യക്തമാക്കണം. അപ്പൊ പ്രൊസീജിയർ ഫോർ ഇൻകോർപ്പറേഷൻ, ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ പ്രധാനപ്പെട്ട 3 പോയിന്റ് നമ്മൾ പഠിച്ചു. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, കമ്പനിയുടെ പ്രധാനപ്പെട്ട രേഖയാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ഒരു പബ്ലിക് കമ്പനി ആണെങ്കിൽ കുറഞ്ഞത് 7 പേർ സൈൻ ചെയ്ത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ സബ്മിറ്റ് ചെയ്യണം. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന രേഖയിൽ സൈൻ ചെയ്തവർ തന്നെ മറ്റൊരു രേഖയായ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ സൈൻ ചെയ്യണം എന്നർത്ഥം. നെക്സ്റ്റ്, ലിസ്റ്റ് ഓഫ് ഡയറക്ടേഴ്സ്, ഡയറക്ടർമാരുടെ പേര്, അവരുടെ അഡ്രസ്സ്, അല്ലെ, പിന്നെന്താ, അവരെന്തൊക്കെ മറ്റെന്തെങ്കിലും ജോലികൾ ഉണ്ടെങ്കിൽ ആ ജോലി എന്നത് വ്യക്തമാക്കണം. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, റിട്ടൺ കൺസെന്റ് ഓഫ് ഡയറക്ടേഴ്സ്. ഡയറക്ടർമാരുടെ സമ്മതപത്രം എന്നൊക്കെയാണ് മലയാളം. എന്താ ഈ റിട്ടൺ കൺസെന്റ് ഓഫ് ഡയറക്ടേഴ്സ്? ഇന്ന സ്ഥാപനത്തിൽ ഞാൻ ഡയറക്ടറായിരിക്കാൻ എനിക്ക് സമ്മതമാണ് എന്നത് കാണിച്ചിട്ടുള്ളൊരു രേഖയാണ് റിട്ടൺ കൺസെന്റ് ഓഫ് ഡയറക്ടേഴ്സ്. എന്നെ ബലം പ്രയോഗിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. എങ്ങനെയാണിത്? റിട്ടൺ കൺസെന്റ് ഓഫ് ഡയറക്ടേഴ്സ്. അപ്പൊ ഇന്ന സ്ഥാപനത്തിൽ ഡയറക്ടറായിരിക്കാൻ എനിക്ക് സമ്മതമാണ് എന്ന് തെളിയിക്കുന്ന ഒരു രേഖയാണ് റിട്ടൺ കൺസെന്റ് ഓഫ് ഡയറക്ടേഴ്സ്. ടു ആക്ട് ഇൻ ദാറ്റ് കപ്പാസിറ്റി. അപ്പോൾ എന്താ റിട്ടൺ കൺസെന്റ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ? റിട്ടൺ കൺസെന്റ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഇങ്ങനെ മനസ്സിലാക്കുക, ഇന്നൊരു സ്ഥാപനത്തിൽ ഞാൻ ഡയറക്ടറായി ഇരിക്കാൻ എനിക്ക് സമ്മതമാണ് എന്ന് തെളിയിക്കുന്ന ഒരു രേഖ. എന്നെ ബലം പ്രയോഗിച്ചിട്ടോ ഭീഷണിപ്പെടുത്തിയിട്ടോ ഒന്നല്ല എന്നെ ഡയറക്ടറാക്കി എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ്, നോട്ടീസ് ഓഫ് രജിസ്ട്രേഡ് ഓഫീസ്. എന്താ നോട്ടീസ് ഓഫ് രജിസ്ട്രേഡ് ഓഫീസ്? കമ്പനിയുടെ രജിസ്ട്രേഡ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് വ്യക്തമാക്കണം. കമ്പനിയുടെ രജിസ്ട്രേഡ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് വ്യക്തമാക്കാം. നോക്കൂ, ഷോയിങ് ദി അഡ്രസ് ഓഫ് ദി രജിസ്ട്രേഡ് ഓഫീസ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ രജിസ്ട്രേഡ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് വ്യക്തമാക്കുക. അതിന് വിളിക്കുന്ന പേരാണ് നോട്ടീസ് ഓഫ് രജിസ്ട്രേഡ് ഓഫീസ്. നോട്ടീസ് ഓഫ് രജിസ്ട്രേഡ് ഓഫീസ്. ഓക്കെ, ലാസ്റ്റ് പോയിന്റ്, സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ. നിയമപരമായ എല്ലാ നൂലാമാലകളും കമ്പനീസ് ആക്ട് എല്ലാം അനുസരിച്ചാണ് കമ്പനി തുടങ്ങിയിട്ടുള്ളത്. ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റോ CA അല്ലെങ്കിൽ ഒരു സുപ്രീം കോടതിയിലെ ജഡ്ജോ സൈൻ ചെയ്യണം ഇതിൽ നടത്തം. നോക്കൂ, ബൈ ദി അഡ്വക്കേറ്റ് ഓഫ് സുപ്രീം കോർട്ട് ഓർ എ ഹൈക്കോർട്ട് ദാറ്റ് ആർ റിക്വസ്റ്റ് ഓഫ് ദി ആക്ട് ഹാവ് ബീൻ കമ്പൾഡ് വിത്ത് ആഫ്റ്റർ സ്ക്രൂട്ടിനി ദി രജിസ്ട്രാർ ഇഷ്യൂ എ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. അപ്പൊ കമ്പനി ആരംഭിക്കാനുള്ള സർട്ടിഫിക്കറ്റ് നൽകുന്നതാരാ? കമ്പനി രജിസ്ട്രാർ. അപ്പൊ നിയമപരമായ എല്ലാ കമ്പനീസ് ആക്ടിലെ വ്യവസ്ഥകളും എല്ലാം പാലിച്ചിട്ടാണ് സ്ഥാപനം തുടങ്ങുന്നതെന്ന് സൈൻ ചെയ്യണം. നോക്കൂ, ആരാണ്? സുപ്രീം കോടതിയിലെ ജഡ്ജസോ അല്ലെങ്കിൽ ഹൈക്കോടതിയിലെ ജഡ്ജസോ ഇതിൽ സൈൻ ചെയ്യണം എന്നർത്ഥം. നിയമപരമായ എല്ലാ നൂലാമാലകളും നിയമപരമായ എല്ലാം അനുസരിച്ചാണ്. സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ എന്നാണ് ഇംഗ്ലീഷ്. സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ നിയമപരമായ പ്രഖ്യാപനം. എല്ലാ നിയമങ്ങളും പാലിച്ചിട്ടാണ് സ്ഥാപനം തുടങ്ങുന്നതെന്ന് അർത്ഥം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം പോയിന്റ് ഒന്നും കൂടി. ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പുള്ള നടപടികൾ. പോയിന്റ് അങ്ങോട്ടും മാറരുത് കേട്ടോ. പ്രൊസീഡിംഗ് പ്രിയർ ടു ഇൻകോർപ്പറേഷൻ നമ്മൾ പഠിച്ചു. ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പുള്ള നടപടികൾ. ഫസ്റ്റ് പോയിന്റ്, ഫോം ഓഫ് എ കമ്പനി, നെയിം ഓഫ് ദി കമ്പനി, സെബീസ് അപ്രൂവൽ ഓഫ് ദി ഡ്രാഫ്റ്റ് പ്രോസ്പെക്ടസ്, ഇൻഡസ്ട്രിയൽ ലൈസൻസ്. 4 പോയിന്റ്. ഇനി ഇപ്പൊ പഠിച്ചത് പ്രൊസീജിയർ ഫോർ ഇൻകോർപ്പറേഷൻ. ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യാനുള്ള നടപടി. ഇവിടെ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പുള്ള നടപടി. ഓക്കെ, ഇനി കമ്പനി രജിസ്റ്റർ ചെയ്യാനുള്ള നടപടികളിൽ പ്രധാനപ്പെട്ട 2 രേഖകൾ ആദ്യം വന്നു. ഡോക്യുമെന്റ്, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. നെക്സ്റ്റ്, ലിസ്റ്റ് ഓഫ് ഡയറക്ടേഴ്സ്, ഡയറക്ടർമാരുടെ ലിസ്റ്റ്. നെക്സ്റ്റ്, റിട്ടൺ കൺസെന്റ് ഓഫ് ഡയറക്ടേഴ്സ്, ഡയറക്ടർമാരുടെ സമ്മതപത്രം. നോട്ടീസ് ഓഫ് രജിസ്ട്രേഡ് ഓഫീസ്, സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ. എത്ര പോയിന്റ് ആയി? 6 പോയിന്റ്. എവിടെ? പ്രൊസീജിയർ
പ്രൊസീജിയർ ഫോർ ഇൻകോർപ്പറേഷൻ. ഓക്കെ ആണോ? അപ്പോൾ 2 ടോപ്പിക്ക് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഏതൊക്കെയാണ് മക്കളെ 2 ടോപ്പിക്ക് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞത്? പ്രൊമോഷൻ കഴിഞ്ഞു, ഇൻകോർപ്പറേഷൻ കഴിഞ്ഞു. എന്തൊക്കെയാണ് പ്രൊമോഷനിൽ പഠിച്ചാൽ ഇങ്ങനെ ന്യൂസ് പ്രിന്റ് ഒക്കെ വാങ്ങിച്ചിട്ട് അതിലിങ്ങനെ നോട്ട് ചെയ്യുക. എന്തൊക്കെയാണ് ഈ പ്രൊമോഷനിൽ നമ്മൾ പഠിച്ചത്? ന്യൂസ് പ്രിന്റ് ഒക്കെ വാങ്ങിച്ചിട്ട് അതിൽ നോട്ട് ചെയ്യുക. പ്രൊമോഷനിൽ ഇപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? മീനിങ്, പ്രൊമോഷൻ്റെ മീനിങ് പഠിച്ചു. പ്രൊമോട്ടർ ആരാന്ന് പഠിച്ചു. ടൈപ്സ് ഓഫ് പ്രൊമോട്ടേഴ്സ് പഠിച്ചു. പ്രൊമോഷൻ്റെ സ്റ്റേജ് ഓർ പ്രൊമോട്ടർ ചെയ്യുന്ന ജോലികൾ പഠിച്ചു. 4 കാര്യങ്ങൾ എന്തിൽ പഠിച്ചു? പ്രൊമോഷൻ എന്ന് പറഞ്ഞ സ്റ്റേജസിൽ പഠിച്ചു 4 കാര്യങ്ങൾ. രണ്ടാമത്തെ ഇൻകോർപ്പറേഷനിൽ 2 കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പുള്ള നടപടികൾ പഠിക്കാണ്ട് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യാനുള്ള നടപടികൾ പഠിച്ചു. അങ്ങനെ 2 കാര്യങ്ങൾ പഠിച്ചു. പോയിന്റ് ഫസ്റ്റത്തേൽ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പുള്ള നടപടികളിൽ പഠിക്കാനുള്ള 4 പോയിന്റ്, കമ്പനി രജിസ്റ്റർ ചെയ്യാനുള്ളതിൽ 6 പോയിന്റ് പഠിച്ചു പോവുക. നിങ്ങളുടേതായ ലാംഗ്വേജിൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് വരാം. റേസിംഗ് ഓഫ് ക്യാപിറ്റൽ, മൂലധനം സ്വരൂപിക്കുക. നമുക്കറിയാം ഒരു കമ്പനിയുടെ ലൈഫ് ബ്ലഡാണ് പണം. പൈസ ഇല്ലാതെ ഒരു പരിപാടി നടക്കില്ല അല്ലേ? അപ്പോൾ ഒരു കമ്പനി എങ്ങനെയാണ് അവരുടെ ഫണ്ട് കണ്ടെത്തുക? ഫണ്ട് കണ്ടെത്തുന്നത് പ്രധാനമായും ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടോ ഷെയർ ഇഷ്യൂ ചെയ്തിട്ടോ ആണ് ഫണ്ട് കണ്ടെത്തുക അല്ലേ? പബ്ലിക്കിന് ഷെയർസ് ഓഹരികളിലൂടെയോ ഡിബഞ്ചർ കടപ്പത്രങ്ങളിലൂടെയോ ആണ് ഒരു സ്ഥാപനത്തിന് ആവശ്യമായ ഫണ്ട് കണ്ടെത്തുക. സംശയണ്ട ഇല്ല. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് റേസിംഗ് ഓഫ് ക്യാപിറ്റൽ എന്ന ഹെഡിൽ നമുക്ക് പോയിന്റ് ആക്കി ടെക്സ്റ്റിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മക്കൾക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് സാർ ഇത് പോയിന്റ് രൂപത്തിൽ എഴുതിയിട്ടുണ്ട്. റേസിംഗ് ഓഫ് ക്യാപിറ്റൽ മൂലധന സ്വരൂപീകരണം, മൂലധനം കണ്ടെത്തുക. എങ്ങനെയൊക്കെ ഒരു സ്ഥാപനത്തിന് ആവശ്യമായ ഫണ്ട് കണ്ടെത്താൻ സാധിക്കും? ആദ്യം സാർ പോയിന്റ് ഒന്ന് വായിക്കാം. എ പബ്ലിക് കമ്പനി ക്യാൻ റേസ് റിക്വയർഡ് ഫണ്ട് ഫ്രം ദി പബ്ലിക് ബൈ മീൻസ് ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചർ. ഒരു പബ്ലിക് കമ്പനിക്ക്, ഒരു പൊതു കമ്പനിക്ക് അവർക്ക് ആവശ്യമായ ഫണ്ട് കണ്ടെത്തുന്നത് പ്രധാനമായും 2 മാർഗങ്ങളിലൂടെയാണ്. ഷെയർ ഇഷ്യൂ ചെയ്തിട്ടോ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടാണ്. ആ പോയിന്റ് കാണാതെ പഠിക്കണം മക്കളെ. എ പബ്ലിക് കമ്പനി ക്യാൻ റേസ് റിക്വയർഡ് ഫണ്ട് ഫ്രം ദി പബ്ലിക് ബൈ മീൻസ് ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചർ അല്ലെ? ഒരു പബ്ലിക് കമ്പനി പബ്ലിക്കിന് ഷെയർ ഇഷ്യൂ ചെയ്തിട്ടോ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടോ ആണ് ഫണ്ട് കണ്ടെത്തുന്നത്. നോക്കാം. ദി ഫോളോയിങ് ആർ ദി സ്റ്റെപ്സ് റിക്വയർഡ് ഫോർ റൈസിംഗ് ഫണ്ട് ഫ്രം പബ്ലിക്. പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ പറയുന്ന സ്റ്റെപ്സ് അനുസരിച്ചിരിക്കണം. നമ്മൾ പറഞ്ഞു ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടോ ഷെയർ ഇഷ്യൂ ചെയ്തിട്ടോ സ്ഥാപനത്തിന് ആവശ്യമായ ഫണ്ട് കണ്ടെത്താം. ഈ ഫണ്ട് കണ്ടെത്തുന്നതിന് ഇത്രയും സ്റ്റെപ്സ് കമ്പനി ഫോളോ ചെയ്യണം. ദി ഫോളോയിങ് ആർ ദി റിക്വയർഡ് ഫോർ റേസിംഗ് ഫോളോയിങ് ആർ ദി സ്റ്റെപ്സ് ആർ റിക്വയർഡ് ഫോർ റേസിംഗ് ഫണ്ട്. അപ്പോൾ പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ഫണ്ട് കണ്ടെത്തണമെങ്കിൽ ഷെയർ ഇഷ്യൂ ചെയ്തിട്ടോ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടോ സ്ഥാപനത്തിന് ആവശ്യമായ ഫണ്ട് കണ്ടെത്താം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അനുസരിച്ചിട്ട് വേണം ഫണ്ട് കണ്ടെത്താൻ. ഒന്നാമത്തെ പോയിന്റ് ആദ്യം സാറ് പോയിന്റ് ഒന്ന് വായിക്കാം. അപ്രൂവൽ ഫ്രം സെബിയുടെ അംഗീകാരം വേണമെന്ന്. 2 സബ്മിഷൻ ഓഫ് കോപ്പി ഓഫ് പ്രോസ്പെക്ടസ് ടു രജിസ്ട്രാർക്ക് മുമ്പാകെ പ്രോസ്പെക്ടസിന്റെ കോപ്പി സമർപ്പിക്കണം. നെക്സ്റ്റ് ഫൈൻഡിങ് അണ്ടർറൈറ്റേഴ്സ് ബാങ്കേഴ്സ് ആൻഡ് ബ്രോക്കർമാരെ ബാങ്കർമാരെ അണ്ടർറൈറ്റർമാരെ ഫണ്ട് കണ്ടെത്താൻ വേണ്ടി നിയമിക്കുക. സർട്ടിഫിക്കറ്റ് ഓഫ് അറ്റൈൻമെന്റ് ഓഫ് മിനിമം സബ്സ്ക്രിപ്ഷൻ മിനിമം വരിസംഖ്യ കണ്ടെത്തുക. പ്രോസ്പെക്ടസ് ടു ലിസ്റ്റ് ഷെയർസ് പ്രൊസീജിയർ ടു ലിസ്റ്റ് ഷെയർസുമായി ബന്ധപ്പെട്ട നടപടികൾ. ഇഷ്യൂ ഓഫ് ഷെയർ ഇഷ്യൂ ചെയ്യുക. റിട്ടേൺ ഓഫ് ഓവർ സബ്സ്ക്രൈബ്ഡ് ഷെയർസ്. ലാസ്റ്റ് പോയിന്റ് റിട്ടേൺ ഓൺ അലോട്ട്മെന്റ് മസ്റ്റ് ബി സബ്മിറ്റഡ് ടു രജിസ്റ്റർ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഒരു സ്ഥാപനത്തിന് ആവശ്യമായ ഫണ്ട് കണ്ടെത്താൻ. നോക്കൂ, ഫസ്റ്റ് പോയിന്റ്, ഈ പോയിന്റ് കാണാതെ പഠിക്കുക. എ പബ്ലിക് കമ്പനി ക്യാൻ റേസ് the required fund from the public by means of debentures and
ഷെയർസ് അല്ലെ. അപ്പൊ ഷെയർ ഇഷ്യൂ ചെയ്തിട്ടോ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടോ ആർക്ക്? പബ്ലിക്കിന്. അപ്പൊ പബ്ലിക്കിന് ഷെയർ ഇഷ്യൂ ചെയ്തിട്ടോ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടോ സ്ഥാപനത്തിന് ആവശ്യമായ ഫണ്ട് കണ്ടെത്താം. ഫസ്റ്റ് പോയിന്റ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ പോയിന്റ് എഴുതുക. ദി ഫോളോയിങ് ആർ ദി സ്റ്റെപ്സ് റിക്വയർഡ് ഫോർ റൈസിംഗ് ഫണ്ട് ഫ്രം പബ്ലിക്. പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ഫണ്ട് കണ്ടെത്തണമെങ്കിൽ ഇത്രയും സ്റ്റെപ്സ് കമ്പനി ഫോളോ ചെയ്തിരിക്കണം. ഓക്കെ ആണോ? പോയിന്റ് കാണാതെ പഠിക്കുക. ഫസ്റ്റ് പോയിന്റ് അപ്രൂവൽ ഫ്രം സെബി അല്ല, സെബി സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെബിയുടെ അംഗീകാരം വേണം. അപ്രൂവൽ എന്ന് പറഞ്ഞാൽ എന്താ? അംഗീകാരം. ഈ നിക്ഷേപകരുടെ ഫണ്ട് ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ലല്ലോ, ഇല്ല. അപ്പൊ നിക്ഷേപകരുടെ താല്പര്യം സംരക്ഷിക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റ് ഏജൻസിയാണ് സെബി. അപ്പൊ സെബിയുടെ അംഗീകാരത്തോടു കൂടെ മാത്രമേ ബിസിനസ്സിന് ആവശ്യമായ ഫണ്ട് കണ്ടെത്താൻ സാധിക്കൂ. അപ്പൊ ഫസ്റ്റ് പോയിന്റ് അപ്രൂവൽ ഫ്രം സെബി. അപ്രൂവൽ ഫ്രം സെബി എന്താ എഴുതിയത്? സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെബിയുടെ ഫുൾ ഫോം ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിക്കുക. സെബി, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അപ്പൊ സെബിയുടെ അംഗീകാരത്തോടു കൂടി മാത്രമേ ബിസിനസ് സ്ഥാപനത്തിന് ആവശ്യമായ ഫണ്ട് കണ്ടെത്താൻ സാധിക്കൂ. നെക്സ്റ്റ്, സബ്മിഷൻ ഓഫ് കോപ്പി ഓഫ് പ്രോസ്പെക്ടസ് ടു രജിസ്ട്രാർ. രജിസ്ട്രാർക്ക് മുമ്പാകെ പ്രോസ്പെക്ടസിന്റെ കോപ്പി സബ്മിറ്റ് ചെയ്യണം. എന്താ ഈ പ്രോസ്പെക്ടസ്? രേഖ. എന്ത്? ഷെയർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പൊതുജനങ്ങളിൽ നിന്ന് ഷെയറോ ഡിബഞ്ചറോ ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്ഷണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രേഖയാണ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഷെയർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിബഞ്ചറൊക്കെ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പബ്ലിക്കിനെ ക്ഷണിക്കുന്ന പ്രധാനപ്പെട്ട ഒരു രേഖയാണ് പ്രോസ്പെക്ടസ്. ഈ പ്രോസ്പെക്ടസിന്റെ കോപ്പി രജിസ്ട്രാർക്ക് മുമ്പാകെ സമർപ്പിക്കണം. എന്തെഴുതിയത്? സബ്മിഷൻ ഓഫ് കോപ്പി ഓഫ് പ്രോസ്പെക്ടസ് ടു രജിസ്ട്രാർ. രജിസ്ട്രാർക്ക് മുമ്പാകെ ഷെയർ ഡിബഞ്ചറും ക്ഷണിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെന്റ് ആണ്. ഈ ഡോക്യുമെന്റ് ആർക്ക് മുമ്പാകെ സമർപ്പിക്കണം? പ്രോസ്പെക്ടസ് നമ്മൾ വൈഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാണ്ട്. അപ്പോൾ പ്രോസ്പെക്ടസിന്റെ ഒരു കോപ്പി ആരുടെ മുമ്പാകെ സമർപ്പിക്കണം? രജിസ്ട്രാർക്ക് മുമ്പാകെ സമർപ്പിക്കണം. നെക്സ്റ്റ്, ഫൈൻഡിങ് അൺറൈറ്റേഴ്സ്, ബാങ്കേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ്. എന്താ ഈ ഫൈൻഡിങ് അൺറൈറ്റേഴ്സ്, ബാങ്കേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ്? ഇപ്പൊ സ്ഥാപനം 1 കോടി രൂപയുടെ ഷെയറാണ് ഇഷ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അല്ലെ, അതിൽ ഒരു 90 ലക്ഷം രൂപയെങ്കിലും കളക്ട് ചെയ്താൽ മാത്രമേ സ്ഥാപനം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആരംഭിക്കാൻ പറ്റും. അപ്പൊ 90 ലക്ഷം ഷെയർ വഴി ഡിബഞ്ചർ വഴിയൊക്കെ ഇഷ്യൂ ചെയ്ത് കിട്ടാം. ബാക്കി ഒരു നിശ്ചിത എമൗണ്ടിന്റെയും കൂടി ഫണ്ട് കണ്ടെത്തേണ്ടതായിട്ടുണ്ട് സ്ഥാപനത്തിന്. അപ്പൊ ഈ ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് ആരെ ഏൽപ്പിക്കാം? ഈ ബ്രോക്കർമാരെ, അതേപോലെ തന്നെ ഈ അൺറൈറ്റേഴ്സിനൊക്കെ ഏൽപ്പിക്കാം. അൺറൈറ്റേഴ്സിനൊക്കെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ ബിസിനസ് സ്ഥാപനത്തിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് അവർ കണ്ടെത്തും. അവർക്കൊരു നിശ്ചിത കമ്മീഷൻ കമ്മീഷൻ നൽകിയാൽ മതി. അപ്പോൾ സ്ഥാപനത്തിന് ആവശ്യമായ ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് ആരെ ഏൽപ്പിക്കുക? ഈ അൺറൈറ്റേഴ്സ്, ബ്രോക്കേഴ്സിനെയും ബാങ്കേഴ്സിനെയൊക്കെ ഏൽപ്പിക്കുക. അപ്പോൾ ഫസ്റ്റ് 3 പോയിന്റ് അപ്രൂവൽ ഫ്രം സെബി. ഏത് പോയിന്റ് അപ്പോൾ നമ്മൾ പഠിക്കുന്നത്? 3ാമത്തെ പോയിന്റ് അല്ലെ, റൈസിംഗ് ഓഫ് ക്യാപിറ്റലിലെ 3ാമത്തെ പോയിന്റ് അല്ലെ. റൈസിംഗ് ഓഫ് ക്യാപിറ്റലില് പ്രധാനപ്പെട്ട ഷെയർ വഴി ഡിബഞ്ചർ വഴി പബ്ലിക്കിന്റെ ഫണ്ട് കണ്ടെത്താൻ പറ്റും. ഇങ്ങനെ ഫണ്ട് കണ്ടെത്തണമെങ്കിൽ ചില സ്റ്റെപ്സ് ഫോളോ ചെയ്യണം. അതിൽ ഫസ്റ്റ് പോയിന്റ് സെബിയുടെ അപ്രൂവൽ വേണം. 2ാമത്തെ പോയിന്റ് രജിസ്ട്രാർക്ക് മുമ്പാകെ പ്രോസ്പെക്ടസ് സബ്മിറ്റ് ചെയ്യണം. 3ാമത്തെ പോയിന്റ് ഫണ്ട് കണ്ടെത്താൻ വേണ്ടി അൺറൈറ്റേഴ്സിനെയും ബാങ്കേഴ്സിനെയും ഒക്കെ അപ്പോയിന്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് സർട്ടിഫിക്കറ്റ് ഓഫ് അറ്റൈൻമെന്റ് ഓഫ് മിനിമം സബ്സ്ക്രിപ്ഷൻ. മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനം ആരംഭിക്കുന്നത് 1 കോടി, നമ്മൾ പറഞ്ഞു 1 കോടിന്ന്. ഈ 1 കോടിയിൽ 90 ലക്ഷം അല്ലെ, 90 ലക്ഷം രൂപ ആയാൽ മാത്രമേ ബിസിനസ് സ്ഥാപനം ആരംഭിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ബാക്കി ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഈ അണ്ടർറൈറ്റേഴ്സിനെയും ബാങ്കേഴ്സിനെയും അതേപോലെ തന്നെ ബ്രോക്കേഴ്സിനും ഒക്കെ എഴുതിക്കുക. അപ്പൊ ഒരു മിനിമം സബ്സ്ക്രിപ്ഷൻ എത്തി എന്നുള്ളതിന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാം. പോയിന്റ് ശ്രദ്ധിക്കുക, സർട്ടിഫിക്കറ്റ് ഓഫ് അറ്റൈൻമെന്റ് ഓഫ് മിനിമം സബ്സ്ക്രിപ്ഷൻ. മിനിമം സബ്സ്ക്രിപ്ഷൻ. നെക്സ്റ്റ് പോയിന്റ് പ്രൊസീജിയർ ടു ലിസ്റ്റ് ഷെയർസ്. നടപടികൾ അല്ലെ, ഷെയർ ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ വ്യക്തമാക്കണം. നെക്സ്റ്റ് ഇഷ്യൂ ഓഫ് ഷെയർസ്. ഇഷ്യൂ ഓഫ് ഷെയർ എന്ത് ചെയ്യാണ്? ഇഷ്യൂ ചെയ്യാണ്. നെക്സ്റ്റ് റിട്ടേൺ ഓഫ് ഓവർ സബ്സ്ക്രിപ്റ്റ് ഷെയർസ്. ഇപ്പൊ നമ്മൾ 1 കോടിയാണ് സ്ഥാപനം കളക്ട് ചെയ്യുന്നെങ്കിൽ ചിലപ്പം 1 കോടി 30 ലക്ഷം രൂപ അല്ലെങ്കിൽ 1 കോടി 10 ലക്ഷം രൂപ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അപ്പോൾ ഓവർ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, അണ്ടർ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഓവർ സബ്സ്ക്രിപ്ഷൻ
വന്നു കഴിഞ്ഞാൽ, അതായത് 1 കോടിയാണ് നമ്മൾ സ്ഥാപനം തുടങ്ങാൻ 1 കോടിയാണ് നമുക്ക് കളക്ട് ചെയ്യേണ്ടതെങ്കിൽ 1 കോടി 30 ലക്ഷമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ 1 കോടി 30 ലക്ഷം ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് ഇത് വരികയാണ്. അപ്പോൾ നമ്മൾ 30 ലക്ഷം വേണ്ട, ആവശ്യമില്ല, ആ 30 ലക്ഷം രൂപ എന്ത് ചെയ്യും, മടക്കി കൊടുക്കണം അല്ലേ. അതാണ് റിട്ടേൺ ഓഫ് ഓവേഴ്സ്. ആവശ്യപ്പെട്ടതിനേക്കാൾ കൂടുതൽ എമൗണ്ട് വന്നു കഴിഞ്ഞാൽ ആ റിട്ടേൺ ചെയ്യാം. നെക്സ്റ്റ്, റിട്ടേൺ ഓൺ അലോട്ട്മെന്റ് മസ്റ്റ് ബി സബ്മിറ്റഡ് ടു രജിസ്ട്രാർ. അത് ആർക്ക് മുമ്പാകെ സബ്മിറ്റ് ചെയ്യണം, രജിസ്ട്രാർക്ക് മുമ്പാകെ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമാണ്. അപ്പോൾ പോയിന്റ് ഒന്ന് നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഒരു 6 പോയിന്റെങ്കിലും ജസ്റ്റ് ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. എല്ലാം കാണാതെ പഠിക്കേണ്ടെന്ന് വെച്ചാൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള 6 പോയിന്റ് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഒരു പബ്ലിക് കമ്പനി ഷെയർ വഴിയോ ഡിബഞ്ചർ വഴി അവർക്ക് ഫണ്ട് കണ്ടെത്താം. അങ്ങനെ ഫണ്ട് കണ്ടെത്തണമെങ്കിൽ താഴെ പറയുന്ന സ്റ്റെപ്സ് ഫോളോ ചെയ്യണം. ഫസ്റ്റ് പോയിന്റ്, സെബിയുടെ അപ്രൂവൽ വേണം. രണ്ടാമത്തെ പോയിന്റ്, പ്രോസ്പെക്ടസിന്റെ കോപ്പി രജിസ്ട്രാർക്ക് മുമ്പാകെ സമർപ്പിക്കണം. ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് ബ്രോക്കേഴ്സിനെയോ അൺറൈറ്റേഴ്സിനെയോ ബാങ്കേഴ്സിനെ നിയമിക്കാം. നെക്സ്റ്റ് പോയിന്റ്, ഒരു മിനിമം സബ്സ്ക്രിപ്ഷൻ അറ്റൈൻ ചെയ്തിരിക്കണം. പ്രൊസീജിയർ ടു ലിസ്റ്റ് ഓഫ് ഷെയർസ്, അത് കഴിഞ്ഞ് ഇഷ്യൂ ഓഫ് ഷെയർസ്, റിട്ടേൺ ഓഫ് ഓവർ സബ്സ്ക്രിപ്ഷൻ അല്ലെ. ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ത് ചെയ്യണം, രജിസ്ട്രാർക്ക് മുമ്പാകെ സബ്മിറ്റ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് റേസിംഗ് ഓഫ് ഫണ്ട് ക്യാപിറ്റൽ എന്ന ഹെഡിൽ പറയുന്നത്. ഓക്കെയാണോ? അപ്പോൾ ഏതൊക്കെ പോയിന്റ് നമ്മൾ പഠിച്ചത്? ഫസ്റ്റ് പോയിന്റ് പ്രൊമോഷൻ, സെക്കൻഡ് പോയിന്റ് ഇൻകോർപ്പറേഷൻ, തേർഡ് പോയിന്റ് റേസിംഗ് ഓഫ് ക്യാപിറ്റൽ. ഫോളോയിങ് ആർ ദി സ്റ്റെപ്സ് ആർ റിക്വയർഡ് ഫോർ റേസിംഗ് ഓഫ് ഫണ്ട്. പോയിന്റ് പഠിക്കുക. അപ്രൂവൽ ഫ്രം സെബി, സബ്മിഷൻ ഓഫ് കോപ്പി ഫ്രം പ്രോസ്പെക്ടസ് ടു രജിസ്ട്രാർ, ഫൈൻഡിങ് അൺറൈറ്റേഴ്സ്, ബ്രോക്കേഴ്സ്, ബാങ്കേഴ്സ്, സർട്ടിഫിക്കറ്റ് ഓഫ് അറ്റൈൻമെന്റ് ഓഫ് മിനിമം സബ്സ്ക്രിപ്ഷൻ. ഇതൊക്കെ നമുക്ക് ഇങ്ങനെ വരുന്ന ടോപ്പിക്കിൽ ഇപ്പുറത്ത് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ വിശദമായിട്ട് പറയാം. പ്രൊസീജിയർ ടു ലിസ്റ്റ് ഓഫ് ഷെയർസ്, ഇഷ്യൂ ഓഫ് ഷെയർസ്, റിട്ടേൺ ഓഫ് ഓവർ സബ്സ്ക്രിപ്ഷൻ, റിട്ടേൺ ഓൺ അലോട്ട്മെന്റ് മസ്റ്റ് ബി സബ്മിറ്റഡ് ടു രജിസ്ട്രാർ. ഓക്കെ. നെക്സ്റ്റ്, നാലാമത്തെ പോയിന്റ്, കമൻസ്മെന്റ് ഓഫ് ബിസിനസ് ആരംഭിക്കുക. പോയിന്റ് ആക്കി പഠിക്കാം. ടെക്സ്റ്റിൽ പാരഗ്രാഫ് രൂപത്തിലാണ് തന്നിട്ടുള്ളത്. കമൻസ്മെന്റ് ഓഫ് ബിസിനസ് ആരംഭിക്കുക. നോക്കൂ, സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ബിസിനസ് ഗ്രാൻഡഡ് ബൈ രജിസ്ട്രാർ ഓൺലി വെൻ ദി ഫോളോയിങ് ഫോർമാലിറ്റീസ് ആർ ഫുൾഫിൽഡ്. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ കമ്പനി ആരംഭിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് ആര് നൽകൂ? രജിസ്ട്രാർ നൽകൂ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ സ്ഥാപനം ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ആർക്ക് തോന്നണം? രജിസ്ട്രാർക്ക് തുടങ്ങണം. രജിസ്ട്രാർ ആണ് ഒരു സ്ഥാപനം തുടങ്ങാനുള്ള സർട്ടിഫിക്കറ്റ് നൽകുക. ഓക്കെ ആണോ? അപ്പൊ ഒരു സ്ഥാപനം ആരംഭിക്കുന്നതിനുള്ള രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് രജിസ്ട്രാർ നൽകണമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം? ഫുൾഫിൽ ചെയ്തിരിക്കണം. നോക്കൂ, പോയിന്റ് ആക്കിയിട്ടാണ് സാറ് തന്നിട്ടുള്ളത്. ടെക്സ്റ്റിൽ പാരഗ്രാഫ് രൂപത്തിലാണ്. അപ്പോൾ പോയിന്റ് ആക്കിയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഒരു 6 പോയിന്റ് 5 പോയിന്റ് എങ്കിലും പഠിച്ചിരിക്കുക. ഓക്കെ. ഫസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്? സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ബിസിനസ് ഗ്രാൻഡഡ് ബൈ രജിസ്ട്രാർ ഓൺലി വെൻ ദി ഫോളോയിങ് ഫോർമാലിറ്റീസ് ആർ ഫുൾഫിൽഡ്. മനസ്സിലായ? ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ സ്ഥാപനം തുടങ്ങാനുള്ള കമൻസ്മെന്റ് ഓഫ് സർട്ടിഫിക്കറ്റ് ആര് നൽകൂ? രജിസ്ട്രാർ നൽകൂ. നമുക്ക് ആദ്യം പോയിന്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ് ആദ്യം സാർ ഇങ്ങനെ വായിക്കാം. നോക്കൂ, the company has filled with the registrar prospectus or lieu of statement in lieu of prospectus. രണ്ടാമത്തെ പോയിന്റ്, directors have taken up paid for their qualification shares. Next, declaration about details in respect of allotment to directors. Next, declaration about meeting minimum subscription required. Next, return of allotment containing name and address of shareholders and number of shares allotted to each should be submitted. Last is statutory declaration. ഒന്ന് മനസ്സിലായല്ലോ? നമുക്ക് നോക്കാം. അപ്പൊ ഇങ്ങനെ മനസ്സിലാക്കുക, ഒരു സ്ഥാപനം ആരംഭിക്കുന്നതിന് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഫുൾഫിൽ ചെയ്താൽ മാത്രമേ കമ്പനി രജിസ്ട്രാർ ബിസിനസ് തുടങ്ങാനുള്ള സർട്ടിഫിക്കറ്റ് നൽകൂ. ഫസ്റ്റ് പോയിന്റ് നോക്കൂ. ഫസ്റ്റ് പോയിന്റ്, the company has filled with the registrar prospectus or statement in lieu of prospectus. പ്രോസ്പെക്ടസിന് തുല്യമായ സ്റ്റേറ്റ്മെന്റോ രജിസ്ട്രാർക്ക് സമർപ്പിക്കാം.
പ്രോസ്പെക്ടസോ പ്രോസ്പെക്ടസിന് തുല്യമായ സ്റ്റേറ്റ്മെന്റോ രജിസ്ട്രാർക്ക് മുമ്പാകെ സമർപ്പിക്കുക. പ്രോസ്പെക്ടസ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാണ്ട്, പ്രോസ്പെക്ടസ് എന്താന്ന് പഠിക്കാണ്ട്, പ്രോസ്പെക്ടസിന്റെ കണ്ടന്റ് പഠിക്കാണ്ട്. പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ ഷെയറോ ഡിബഞ്ചറോ കളക്ട് ചെയ്യുന്ന, പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യാൻ വേണ്ടി പ്രസിദ്ധീകരിക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് പ്രോസ്പെക്ടസ്. ഷെയർ വഴിയോ ഡിബഞ്ചർ വഴിയോ ഫണ്ട് കണ്ടെത്തണമല്ലോ. ഇങ്ങനെ ഫണ്ട് കണ്ടെത്താൻ വേണ്ടി പ്രസിദ്ധീകരിക്കുന്ന ഒരു രേഖയാണ് പ്രോസ്പെക്ടസ്. ഈ പ്രോസ്പെക്ടസിന്റെ കോപ്പി രജിസ്ട്രാർക്ക് മുമ്പാകെ സമർപ്പിക്കണം. നോക്കൂ, ദി കമ്പനി ഹാസ്, അങ്ങനെ തന്നെ അത് കാണാതെ പഠിക്കണം മക്കളെ. ദി കമ്പനി ഹാസ് ഫിൽഡ് വിത്ത് ദി രജിസ്ട്രാർ പ്രോസ്പെക്ടസ് ഓർ സ്റ്റേറ്റ്മെന്റ് ഇൻ ലിeu ഓഫ് പ്രോസ്പെക്ടസ്. കമ്പനി രജിസ്ട്രാർക്ക് മുമ്പാകെ പ്രോസ്പെക്ടസോ പ്രോസ്പെക്ടസിന് തുല്യമായ സ്റ്റേറ്റ്മെന്റോ നൽകുക. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, ഇത് വേണ്ട. കമ്പനി ഹാസ് ഫിൽഡ് വിത്ത് രജിസ്ട്രാർ പ്രോസ്പെക്ടസ്, അതങ്ങനെ പഠിക്കുക. ഒക്കെ കൂടിയായിട്ട് ബുദ്ധിമുട്ടാവണ്ട, ഇങ്ങനെ തന്നെ പഠിക്കുക കേട്ടോ. ഓക്കെ, ദ കമ്പനി ഹാസ് ഫിൽഡ് വിത്ത് ദി രജിസ്ട്രാർ പ്രോസ്പെക്ടസ് ഓർ സ്റ്റേറ്റ്മെന്റ് ഇൻ ലിeu ഓഫ് പ്രോസ്പെക്ടസ്. പ്രോസ്പെക്ടസ് എന്താന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിന് ഷെയർ വഴിയോ ഡിബഞ്ചർ വഴിയോ ഫണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രസിദ്ധീകരിക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് പ്രോസ്പെക്ടസ്. ഈ പ്രോസ്പെക്ടസ് കമ്പനി രജിസ്ട്രാർക്ക് മുമ്പാകെ സമർപ്പിച്ചാൽ മാത്രമേ അയാൾ കമൻസ്മെന്റ് ഓഫ് ബിസിനസ് തരുള്ളൂ. നെക്സ്റ്റ്, ദി ഡയറക്ടേഴ്സ് have take up and paid for their qualification shares. ഡയറക്ടേഴ്സിന് അനുവദിക്കപ്പെട്ട ഷെയർസ് അവർ കളക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ആർക്കും മനസ്സിലാവണം, നമ്മളെ രജിസ്ട്രാർക്ക് മനസ്സിലാവും. ഇത്ര ഷെയർസ് ഡയറക്ടേഴ്സിന് അനുവദിച്ചിട്ടുണ്ട്, അതാണ് ക്വാളിഫിക്കേഷൻ ഷെയർസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്വാളിഫിക്കേഷൻ ഷെയർസിന്റെ ഡീറ്റെയിൽസ് ആർക്ക് കിട്ടണം? നമ്മുടെ രജിസ്ട്രാർക്ക് കിട്ടണം. അപ്പൊ ദ ഡയറക്ടേഴ്സ് ഹാവ് ടേക്ക് അപ്പ് ആൻഡ് പെയ്ഡ് ഫോർ ദി ക്വാളിഫിക്കേഷൻ ഷെയർസ്. ആ ക്വാളിഫിക്കേഷൻ ഷെയർസ് ഡയറക്ടേഴ്സ് എടുത്തിട്ടുണ്ട്, ആ ഷെയർസിന്റെ ഫണ്ട് നൽകിയിട്ടുണ്ട്, തുടങ്ങിയിട്ടുള്ള. ഡയറക്ടേഴ്സ് ഹാവ് ടേക്ക് അപ്പ് ആൻഡ് പെയ്ഡ് ഫോർ ദെയർ ക്വാളിഫിക്കേഷൻ ഷെയർ. അവർക്ക് അനുവദിക്കപ്പെട്ട, ഡയറക്ടേഴ്സിന് അനുവദിക്കപ്പെട്ട ഷെയർസ് അവർ എടുത്തിട്ടുണ്ടോ, ആ ഷെയർസിന്റെ ഫണ്ട് നൽകിയിട്ടുണ്ടോ എന്ന രേഖയും രജിസ്ട്രാർക്ക് കിട്ടിയിരിക്കണം. ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞത്? കമ്പനി രജിസ്ട്രാർക്ക് മുമ്പാകെ പ്രോസ്പെക്ടസ് അല്ലെങ്കിൽ പ്രോസ്പെക്ടസിന് തുല്യമായ ഡാറ്റ നൽകുക. രണ്ടാമത്തെ, ഡയറക്ടേഴ്സിന് അനുവദിക്കപ്പെട്ട ഷെയർസ്, അത് അവരെടുത്തിട്ടുണ്ടോ, ക്വാളിഫിക്കേഷൻ ഷെയർസ് അവരെടുത്തിട്ടുണ്ടോ, അതിന്റെ ഫണ്ട് കളക്ട് ചെയ്തിട്ടുണ്ടോ. നെക്സ്റ്റ്, ഡിക്ലറേഷൻ അബൌട്ട് ഡീറ്റെയിൽസ് ഇൻ റെസ്പെക്ട് ഓഫ് അലോട്ട്മെന്റ് ടു ഷെയർസ്, അല്ലെ, അലോട്ട്മെന്റ് ടു ഡയറക്ടേഴ്സ്. അപ്ലിക്കേഷൻ മണി ആയിട്ട് അതേപോലെ അലോട്ട്മെന്റ് മണി ആയിട്ടൊക്കെയാണ് ഫണ്ട് കളക്ട് ചെയ്യുക. അപ്പോൾ അലോട്ട്മെന്റ് മണി അവർ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഡാറ്റയും ഡയറക്ടർ ആർക്ക് കിട്ടണം? നമ്മളെ രജിസ്ട്രാർക്ക് കിട്ടിയിരിക്കണം. ഓരോ ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ് ഇങ്ങനെയാണ്. അപ്ലിക്കേഷൻ മണി ആയിട്ട് ഇത്ര, അലോട്ട്മെന്റ് മണി ആയിട്ട് ഇത്ര, കോൾ മണി ആയിട്ട് ഇത്ര, അതായത് അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഡാറ്റയും രജിസ്ട്രാർക്ക് കിട്ടിയിരിക്കണം. നോക്കൂ, ഡിക്ലറേഷൻ അബൌട്ട് ഡീറ്റെയിൽസ് ഇൻ റെസ്പെക്ട് ഓഫ് അലോട്ട്മെന്റ് ടു ഡയറക്ടേഴ്സ്. നെക്സ്റ്റ് പോയിന്റ്, ഡിക്ലറേഷൻ അബൌട്ട് മീറ്റിംഗ് മിനിമം സബ്സ്ക്രിപ്ഷൻ റിക്വയർഡ്. അതായത് മിനിമം സബ്സ്ക്രിപ്ഷൻ റിക്വയർ ചെയ്തിട്ടുണ്ട്. ഒരു സ്ഥാപനം തുടങ്ങാൻ വേണ്ടിയിട്ട് 1 കോടി രൂപയാണ് വേണ്ടത്. അപ്പോൾ ആ 1 കോടി രൂപയ്ക്ക് മിനിമം 90 ലക്ഷം ആളുകൾ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡാറ്റ കിട്ടണം. ഡിക്ലറേഷൻ അബൌട്ട് മീറ്റിംഗ് മിനിമം സബ്സ്ക്രിപ്ഷൻ റിക്വയർഡ്. സ്ഥാപനം തുടങ്ങണമെങ്കിൽ 1 കോടിയാണ് സ്ഥാപനം തുടങ്ങാൻ വേണ്ടത്, 90 ലക്ഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡാറ്റ. നെക്സ്റ്റ്, റിട്ടേൺ ഓഫ് അലോട്ട്മെന്റ് കണ്ടെയ്ൻ നെയിം ആൻഡ് അഡ്രസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. അതായത് സ്ഥാപനം തുടങ്ങാൻ 1 കോടിയാണ് വേണ്ടത്, പക്ഷെ ഓവർ സബ്സ്ക്രിപ്ഷനായി 1 കോടി 30 ലക്ഷം കിട്ടി. അപ്പോൾ ആ 30 ലക്ഷം തിരിച്ചു കൊടുത്തോ, അതിന്റെ ഡാറ്റയും കിട്ടണം. ഓക്കെ, സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ. എന്താ ഈ സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ? നിയമപരമായ പ്രഖ്യാപനം. അതായത് ഈ ഡാറ്റ ഒക്കെ സത്യസന്ധമാണ് എന്ന് നമ്മുടെ കമ്പനി രജിസ്ട്രാർക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യും? അയാൾ ഒന്നും ചെയ്യില്ല, അയാൾ സ്ഥാപനം തുടങ്ങാനുള്ള സർട്ടിഫിക്കറ്റ് ആൻഡ് നൽകും എന്നർത്ഥം. അപ്പൊ മക്കൾ, ഇത് പാരഗ്രാഫ് രൂപത്തിലാണ് ഇത് തന്നിട്ടുള്ളത്. ഈ പാരഗ്രാഫ് രൂപത്തിൽ തന്ന സാധനം എന്താക്കിയാണ് സാറ്? പോയിന്റിലേക്ക് ആക്കിയാണ്. ഒരു 6 പോയിന്റ് ആയിട്ടെങ്കിലും പഠിക്കാൻ ശ്രമിക്കുക. സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ബിസിനസ് പഠിക്കണേ. സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെന്റ് നോക്കൂ. സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ബിസിനസ് ഗ്രാൻഡഡ് ബൈ രജിസ്ട്രാർ ഓൺലി വെൻ ദി ഫോളോയിങ് ഫോർമാലിറ്റീസ് ആർ ഫുൾഫിൽഡ്. ഫസ്റ്റ് പോയിന്റ്, ദി കമ്പനി ഹാസ് ഫിൽഡ് വിത്ത് രജിസ്ട്രാർ പ്രോസ്പെക്ടസ് ഓർ സ്റ്റേറ്റ്മെന്റ് ഇൻ ലിeu ഓഫ് പ്രോസ്പെക്ടസ്. കമ്പനി രജിസ്ട്രാർക്ക് മുമ്പാകെ പ്രോസ്പെക്ടസോ പ്രോസ്പെക്ടസിന് തുല്യമായ സ്റ്റേറ്റ്മെന്റോ നൽകുക.
രണ്ടാമത്തെ ഡയറക്ടേഴ്സ് ഹാവ് ടേക്ക് അപ്പ് ആൻഡ് പെയ്ഡ് ഫോർ ദെയർ ക്വാളിഫിക്കേഷൻ ഷെയർസ്. ഡയറക്ടേഴ്സിന് അനുവദിക്കപ്പെട്ട ക്വാളിഫിക്കേഷൻ ഷെയർസ് നൽകിയിട്ടുണ്ടോ, അതിന്റെ ഫണ്ട് നൽകിയിട്ടുണ്ടോ. നെക്സ്റ്റ് ഡിക്ലറേഷൻ അബൌട്ട് ഡീറ്റെയിൽസ് ഇൻ റെസ്പെക്ട് ഓഫ് അലോട്ട്മെന്റ് ടു ഡയറക്ടേഴ്സ്. അലോട്ട്മെന്റ് മണിയുമായി ബന്ധപ്പെട്ട ഡാറ്റ. ഡിക്ലറേഷൻ അബൌട്ട് മീറ്റിംഗ് മിനിമം സബ്സ്ക്രിപ്ഷൻ റിക്വയർഡ്. മിനിമം സബ്സ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും രജിസ്ട്രാർക്ക് കിട്ടിയിരിക്കണം. റിട്ടേൺ ഓഫ് അലോട്ട്മെന്റ് കണ്ടെയ്നിങ് അഡ്രസ്, അതായത് അലോട്ട്മെന്റ് നമ്മളെ ഈ ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നു കഴിഞ്ഞാൽ അത് റിട്ടേൺ ചെയ്തിട്ടുണ്ടോ ആ ഡാറ്റ. സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ. ഇത്രയും സ്റ്റെപ്പ് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ കമ്പനി രജിസ്ട്രാർ എന്തു ചെയ്യും? സ്ഥാപനം തുടങ്ങാനുള്ള സർട്ടിഫിക്കറ്റ് നൽകും. അപ്പോൾ നോക്കുക, ശ്രദ്ധിക്കുക, പ്രധാനപ്പെട്ട 2 ടോപ്പിക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏതാ അടുത്ത ക്ലാസ്സിൽ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞ ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, അതൊക്കെ സാർ ഇപ്പോൾ പറഞ്ഞ് ജസ്റ്റ് ആണ് പോയേ ഉള്ളൂ. അത് നമുക്ക് വിശദമായി പഠിക്കാനുണ്ട്. ഇവ തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാറുള്ള വാട്ട് ആർ ദി ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. എപ്പോഴും പരീക്ഷിക്കുക, എന്താണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, എന്താണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, വാട്ട് ആർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായി പഠിച്ചിരിക്കണം. അപ്പോൾ ജസ്റ്റ് 2 ടോപ്പിക്ക് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. 4 ടോപ്പിക്, അതായത് സ്റ്റേജസ് ഓഫ് ഫോർമേഷനിൽ 4 ടോപ്പിക് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഫസ്റ്റ് പാർട്ട് 1 പ്രൊമോഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. പാർട്ട് 2 ഇൻകോർപ്പറേഷൻ, കമൻസ്മെന്റ് ഓഫ് റേസിംഗ് ഓഫ് ക്യാപിറ്റൽ, കമൻസ്മെന്റ് ഓഫ് ബിസിനസ് പഠിച്ചു. ഇതൊക്കെ പാരഗ്രാഫിൽ തന്നത് സാറ് എന്താക്കിയിട്ടുണ്ട്, പോയിന്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് നോട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു സീരിയസ്നെസ്സോട് കൂടിയിട്ട് ഇരിക്കുക, പഠിക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പ്രൊമോഷൻ ഇങ്ങനെ സ്റ്റെപ്പായിട്ട് പഠിക്കുക അല്ലെ. സ്റ്റേജസ് ഓഫ് ഫോർമേഷന് പ്രധാനപ്പെട്ട 4 സ്റ്റെപ്സ് ആണ് ഉള്ളത്. ഏതൊക്കെയാണ്? പ്രൊമോഷൻ, ഇൻകോർപ്പറേഷൻ, റേസിംഗ് ഓഫ് ക്യാപിറ്റൽ, കമൻസ്മെന്റ് ഓഫ് ബിസിനസ്. അതിൽ നമ്മൾ എന്ത് പഠിച്ചു? പ്രൊമോഷൻ എന്താന്ന് പഠിച്ചു, പ്രൊമോട്ടർ ആരാന്ന് പഠിച്ചു, ടൈപ്സ് ഓഫ് പ്രൊമോട്ടർ പഠിച്ചു, പ്രൊമോഷനിലെ സ്റ്റേജസ് പഠിച്ചു, പ്രൊമോട്ടർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ജോലികൾ എന്തൊക്കെയാണെന്ന് പഠിച്ച. അത് കഴിഞ്ഞതിന് ശേഷം ഇൻകോർപ്പറേഷൻ, കമ്പനി രജിസ്റ്റർ ചെയ്യാം. ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പുള്ള നടപടികൾ എന്തൊക്കെയെന്ന് പഠിച്ചു. ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യാൻ വേണ്ട നടപടികൾ എന്താന്ന് നമ്മൾ പഠിച്ച. പിന്നെ നമ്മൾ പഠിച്ച റേസിംഗ് ഓഫ് ക്യാപിറ്റൽ അല്ലെ, ഷെയർ വഴിയും ഡിബഞ്ചർ വഴിയൊക്കെ ഫണ്ട് കണ്ടെത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പഠിച്ചു. അത് കഴിഞ്ഞാൽ കമൻസ്മെന്റ് ഓഫ് ബിസിനസ്. ഒരു ബിസിനസ് സ്ഥാപനം ആരംഭിക്കണമെങ്കിൽ രജിസ്ട്രാർക്ക് മുമ്പാകെ ഇത്രയും ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ക്ലാസ് സ്കിപ്പ് ചെയ്തു പോകരുത്, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, ഷുവർ ക്വസ്റ്റ്യൻ ആണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം. ഈ ഡോക്യുമെന്റ്സ്, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, അതിൻ്റെ കണ്ടന്റുകളൊക്കെയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.